നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേവികുളത്ത് ഒരു TP ഉടൻ ഉണ്ടെന്ന് CPM സൈബർ പോരാളികൾ കൊലവിളി നടത്തുന്നു. രാജേന്ദ്രന്റെ കരുനീക്കങ്ങൾ എന്തെന്നറിയാൻ ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. ഹൈറേഞ്ചിൽ ഒരു ഇല അനങ്ങിയാൽ താൻ അറിയുമെന്ന് വാദിക്കുന്ന MM മണിയും അറിഞ്ഞില്ലേ ഇടതുപാളയത്തിൽ നിന്നൊരു നേതാവ് കേന്ദ്രത്തിലേക്ക് പാലമിട്ടത്? CPMലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയും ഫലിച്ചില്ല. പാർട്ടി വിടില്ലെന്ന പ്രചാരണം തെറ്റിച്ചുകൊണ്ടാണ് ദേവികുളം മുൻ MLA S രാജേന്ദ്രന്റെ ഡൽഹി സന്ദർശനത്തിന് പിന്നിൽ പലതും ചീഞ്ഞു നാറുന്നുണ്ട്. കേന്ദ്രത്തിലെത്തി BJP നേതാവുമായുള്ള കൂടിക്കാഴ്ച വെറുതെയല്ല, എന്തോ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പാർട്ടി പേടി ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഉരുണ്ടു കളിക്കുകയാണ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് BJPയിൽ എത്തുമോ എന്ന ആശങ്ക ഇപ്പോൾ CPMന് ഉടലെടുത്തിട്ടുണ്ട്. രാജേന്ദ്രൻ ഇനി എത്ര പേരെ BJPയിലേക്ക് വലിക്കും എന്നതാണ് ഗോവിന്ദന്റെ ഭയം. ഇടതിൽ നിന്ന് ഒരു നേതാക്കളെയും ചൂണ്ടാമെന്ന് BJP സ്വപ്നം കാണണ്ട എന്ന് വെല്ലുവിളിച്ച് നാവ് വായിലേക്കിട്ടില്ല. അതിനു മുൻപ് പാർട്ടി സെക്രട്ടറിക്ക് അടാറ് പണി കിട്ടിയത്. മറ്റു പാർട്ടിക്കാരെ പോലെ അല്ലല്ലോ CPM. പാർട്ടി മാറിയാൽ 51 വെട്ട്. ആ ഭയമുള്ളതുകൊണ്ട് രഹസ്യ നീക്കങ്ങളാണ് രാജേന്ദ്രൻ നടത്തുന്നത്. CPM സൈബർ ഗ്രൂപ്പുകൾ കൊലവിളി തുടങ്ങിയതും രാജേന്ദ്രനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കരുതിയിരുന്നോ രാജേന്ദ്ര, ഇന്നോവ ഇറങ്ങാറായി എന്നാണ് ഭീഷണി. തീർക്കുമെന്ന പരസ്യ ഭീഷണി വന്നതോടെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് രാജേന്ദ്രൻ. പ്രകാശ് ജാവദേക്കറെ കണ്ടത് സൗഹൃദ സന്ദർശനം. മുൻപേ ജാവദേക്കറുമായി സൗഹൃദമുണ്ട്. BJP പ്രവേശം ചർച്ച ചെയ്തില്ല. ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. BJPയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു, എന്നാൽ പോകുന്നില്ല. CPMനൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്നും രാജേന്ദ്രൻ പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി സഹകരിക്കുമെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ജാവദേക്കറുമായുള്ള ചർച്ചയിൽ രാജേന്ദ്രൻ 2 വ്യത്യസ്ത തിയറികൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന് സഹോദരന് വേണ്ടിയാണ് ജാവദേക്കറെ കണ്ടതെന്നാണ്. മറ്റൊന്ന് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്നും. രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ലെന്ന് ജാവദേക്കറും പറയുന്നു. ഈ വിശദീകരണത്തിൽ CPMന് സംശയം പല രീതിയിലാണ്. ഡൽഹിയിൽ പോയതും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടതും സത്യമാണ്. ജാവദേക്കറുമായി വ്യക്തിപരമായി പണ്ടുമുതലേ ബന്ധമുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് 1 മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ പ്രതിപാദിച്ചത്. ഞാൻ BJPയിലേക്ക് എന്ന തരത്തിലുള്ള പ്രചാരണം ശരിയല്ല എന്നും രാജേന്ദ്രൻ പറയുന്നു. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്തു പരിഹരിക്കുമെന്നും ഇപ്പോൾ പാർട്ടിയിൽ അത്ര സജീവമല്ല എന്നും S രാജേന്ദ്രൻ പറയുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇടുക്കിയിൽ തന്നെയുള്ള ചില നേതാക്കളാണ് തടസ്സം സൃഷ്ടിച്ചതെന്ന് നേരത്തെ S രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു.